ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സ്റ്റീരിയോ കെമിസ്ട്രി. സ്റ്റീരിയോ കെമിസ്ട്രിയിൽ ഒപ്റ്റിക്കൽ ഐസോമെർസ് ആണ്. ഒപ്റ്റിക്കൽ ഐസോമെർസ് എന്ന് വെച്ചാൽ എന്താണ്? ഐസോമേഴ്സ് അവരുടെ ബിഹേവിയറിൽ ഡിഫറൻസസ് കാണിക്കും. ദാറ്റ് ഈസ് ടുവേർഡ്സ് ദ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഒരു ഐസോമർ എന്താണ്? ദേ റൊട്ടേറ്റ്സ് ദ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ടു റൈറ്റ്. മറ്റേ ഐസോമർ they'll rotates to left. ഇങ്ങനത്തെ പെയർസ് ഓഫ് ഐസോമേഴ്സിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിനോമിനേനെ നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമെറിസം എന്ന് പറയും. ഒപ്റ്റിക്കൽ ഐസോമെറിസത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചില ടേംസ് അറിഞ്ഞിരിക്കണം. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഇറ്റ് ഈസ് ആൻ ഓർഡിനറി റേ that having electromagnetic radiation of different wavelength. ഈ റേഡിയേഷൻസ് എന്താണ്? എല്ലാ പ്ലെയിൻസിലും എന്താണ്? വൈബ്രേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് അറ്റ് റൈറ്റ് ആംഗിൾസ്. ആൻഡ് ഈ വൈബ്രേറ്റ് ചെയ്യുന്ന ലൈറ്റ് എന്ത് ചെയ്യും? ദേ ഓൾസോ ഹാവിങ് കപ്പാസിറ്റി ടു വൈബ്രേറ്റ് ഇൻ ഓൾ പ്ലെയിൻസ്. ഈ മോണോക്രോമാറ്റിക് ലൈറ്റ് പാസ് ചെയ്യുന്നത് നിക്കോൾ പ്രിസത്തിലൂടെയാണ്. ബട്ട് ഈ പ്രിസത്തിൽ നിന്ന് വരുന്ന ലൈറ്റ് എന്താണ്? ഒരു പ്ലെയിനിൽ മാത്രമേ വൈബ്രേറ്റ് ചെയ്യുള്ളൂ. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് വെച്ചാൽ എല്ലാ പ്ലെയിൻസിലും എന്താണ്? വൈബ്രേറ്റ് ചെയ്യില്ല. ഒരൊറ്റ പ്ലെയിനിൽ മാത്രമേ വൈബ്രേറ്റ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. നെക്സ്റ്റ് ഈസ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഡിസ്കവർ ചെയ്തത് നമ്മുടെ ലൂയിസ് പാസ്റ്ററാണ്. ദാറ്റ്സ് ഇൻ 1848. അതിനെന്താണ്? ഹീ സ്റ്റഡീഡ് സം എക്സ്പെരിമെൻറ്റ്സ്. ലെറ്റ്സ് സി എന്താണ് എക്സ്പെരിമെൻറ്റ് നോക്കാം. സോഡിയം അമോണിയം ടാട്രേറ്റ് സൊല്യൂഷൻ, അതിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്? ഹീസ് അലൗഡ് ടു ക്രിസ്റ്റലൈസ്. ക്രിസ്റ്റലൈസ് ചെയ്യുന്ന ടൈമിൽ 2 ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽസ് ആണ് ഫോം ചെയ്യുന്നത്. അതിൽ ഓരോ ക്രിസ്റ്റൽസും എന്ത് ചെയ്യുന്നു? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൽ ഡിസോൾവ് ചെയ്യുന്നു. അങ്ങനെയാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്നൊരു ഫിനോമിനൻ ലൂയിസ് പാസ്റ്റർ കണ്ടുപിടിച്ചത്. The substance that rotate the plane polarized light through a certain angle, that is called optical active substance. ആ പെർട്ടിക്കുലർ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സപ്പോസ് ഇഫ് ദേ ഡിഡ്ന്റ് ഷോ എനി ആങ്കിൾ, ദാറ്റ് മീൻസ് അവരെന്താണ്? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലും റൊട്ടേറ്റ് ചെയ്യാം, അതേപോലെ റൈറ്റ് സൈഡിലും റൊട്ടേറ്റ് ചെയ്യാം. റൈറ്റ് സൈഡിലാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി, ദാറ്റ് ഇസ് ക്ലോക്ക് വൈസ്. നമ്മൾ പ്രിഫിക്സ് എന്താണ്? പ്ലസ് അല്ലെങ്കിൽ ഡി. അതുപോലെ ലെഫ്റ്റിലാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ലീവോ റൊട്ടേറ്ററി ആൻഡ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ പ്രിഫിക്സ് മൈനസ് ഓർ എൽ. ദെൻ ആംഗിൾ ഓഫ് റൊട്ടേഷൻ. ആംഗിൾ ഓഫ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസിന് എന്ത് ചെയ്യും? ഒരു പെർട്ടിക്കുലർ ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് യൂസിങ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഇറ്റ് ഈസ് നോട്ടഡ് ബൈ ആൽഫ. ഈ ആംഗിൾ ഓഫ് റൊട്ടേഷൻ മെഷർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് പൊളാരിമീറ്റർ. ആൻഡ് ദിസ് പൊളാരിമീറ്റർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലൈറ്റ് സോഴ്സ്, 2 നിക്കോൾ പ്രിസം, അതേപോലെ 1 പൊളാരിമീറ്റർ ട്യൂബ്. ഫസ്റ്റ് നിക്കോൾ പ്രിസം എന്താണ്? ഇറ്റ് വിൽ ബി നിയർ ദ സോഴ്സ്, ലൈറ്റ് സോഴ്സ്. സെക്കൻഡ് നിക്കോൾ പ്രിസം, ദാറ്റ് ഈസ് അനലൈസർ. ഈ പൊളാരിമീറ്റർ ട്യൂബ് എന്താണ്? ഇറ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ പോളറൈസർ ആൻഡ് analyzer. You can see in the picture light source, Nicoll prism, polarizer, this is sample tube, the polarimeter tube, analyzer, and this is viewer. ഇങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഇസ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ആംഗിൾ ഓഫ് റൊട്ടേഷൻ. എന്തൊക്കെ ഫാക്ടേഴ്സാണ്? നേച്ചർ ഓഫ് ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ്, അതുപോലെ സോൾവെൻറ്റിൻ്റെ നേച്ചർ,
then concentration of solution. Next is wavelength, then polarimeter tube in the length, temperature of the solution. These are the factors that affecting the angle of rotation. Then specific optical rotation. Optical rotation can be determined by polarimeter. So there will be an equation for specific rotation. That's equation. Alpha എന്ന് വെച്ചാൽ എന്താണ് സ്പെസിഫിക് റൊട്ടേഷൻ ആണ് ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ആൽഫ. Then T denotes to temperature. A means observed rotation in degrees. I means path length L. C means concentration of the analyte. സോഡിയം ലാമ്പിൻ്റെ ഡി ലൈൻ ഏത് വേവ് ലെങ്ത്തിലാണ് വിസിബിൾ ആവുന്നത്? ഈ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത്തിലായിരിക്കും. നെക്സ്റ്റ് ഇസ് കൈറാലിറ്റി. കൈറാലിറ്റി മീൻസ് എന്താണ്? ഒരു സെയിം നമ്പർ ഓഫ് ആറ്റംസ് എന്താണ് ദേ ആർ അറേഞ്ച്ഡ് ഡിഫറൻഷ്യലി. ദാറ്റ് ഈസ് കോൾഡ് കൈറൽ മാലിക്യൂൾസ്. നമുക്ക് എക്സാമ്പിൾ നമ്മൾ ഹാൻഡ്സ് പറയാം. അവരെന്താണ് മിറർ ഇമേജസ് ആണ്, ബട്ട് നമുക്കതിനെ സൂപ്പർ ഇംപോസ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് എക്സാമ്പിൾ. വെൻ മിറർ ഇമേജസ് ഓഫ് മോളിക്യൂൾസ് ആർ ഐഡൻറ്റിക്കൽ ആൻഡ് സൂപ്പർ ഇമ്പോസിബിൾ, അതിനെയാണ് എക്കൈറൽ എന്ന് പറയുക. കൈറൽ ആണെങ്കിൽ മിറർ ഇമേജസ് ആയിരിക്കും, ബട്ട് ഇറ്റ് കനോട്ട് ബി സൂപ്പർ ഇമ്പോസ്ഡ്. എക്കൈറൽ ആണെങ്കിൽ ഇറ്റ് വിൽ ബി സൂപ്പർ ഇമ്പോസിബിൾ ആൻഡ് സെയിം ആയിരിക്കും. സീ സം ഓഫ് ദി എക്സാമ്പിൾ. Chiral. Chiral carbon atoms. What are the features of chiral carbon atoms? One or more chiral carbon atoms means they will be definitely bonded to different groups, and they are all superimposable mirror images. Mirror images of chiral carbon atom cannot be superimposed, and stereomers that cannot be superimposed, that is called enantiomers. So നമുക്കിപ്പോൾ കാണാം, ഇതൊരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് ആണ്. അയോഡോ ബ്രോമോ ഹൈഡ്രോ ക്ലോറിൻ. സോ ഇതിൻ്റെ മിറർ ഇമേജസ് ആണിത്. നേരെ തിരിച്ചിട്ടു. This is one of the example of it. So that's it. Thank you.